ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. എങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് ചെയ്യുക എന്നുള്ളത് കാണാം. സിംപ്ലി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാം, അതാണ് ഫിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് ഡിറ്റർമിൻ ദ വാല്യൂസ് ഓഫ് പി ആൻഡ് ക്യൂ ആൻഡ് എൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ദെൻ in the function ncx p raised to x q raised to n minus x we get the probability function of binomial distribution. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കാണേണ്ടത് പിയുടെ വാല്യൂ കാണാം, ക്യൂവിൻ്റെ വാല്യൂ കാണാം. പിൻ്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് എന്തായാലും ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. 1 മൈനസ് പി ആണ് ക്യൂ. അതുപോലെ എന്നിൻ്റെ വാല്യൂ കാണാം, നമ്പർ ഓഫ് ട്രയൽസ്. പിന്നെ നമ്മൾ ആ ഫങ്ഷൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ആണ് ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വി ഗെറ്റ് ദ പ്രോബിലിറ്റി ഫംഗ്ഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോബിലിറ്റി ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, ദെൻ പുട്ട് എക്സ് ഈക്വൽ ടു 0 1 2 എക്സെട്ര എൻ ഇൻ ദ ഫംഗ്ഷൻ എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ദെൻ എക്സിന് റാൻഡം വേരിയബിളിന് വാല്യൂസ് കൊടുക്കുക സ്റ്റാർട്ടിങ് ഫ്രം 0 അപ് ടു n. Then multiply each such items or terms by n, അതായത് total frequency, to obtain the expected frequency. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുന്നത്. അപ്പോൾ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുന്ന പരിപാടിയാണ് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ആദ്യം അതിലുള്ള പാരാമീറ്റേഴ്സ്, ആ പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷൻ നോക്കുക, പാരാമീറ്റേഴ്സ് കാണാം. ഇവിടെ ഫംഗ്ഷൻ തന്നെ എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ആണ്. then അതിൽ വേണ്ട പാരാമീറ്റേഴ്സ് എൻ, അതുപോലെ പി ക്യൂ, അതതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഫംഗ്ഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ദെൻ എക്സിന് വാല്യൂ കൊടുക്കുക 0 അപ് ടു എത്രയാണോ നമ്മൾ എൻ, അതനുസരിച്ച് എക്സിന് വാല്യൂ കൊടുക്കുക. then multiply each such item or term by n. ടോട്ടൽ n എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി കിട്ടും, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. 8 coins are tossed എന്നുള്ളതാണ്. toss together 256 times. find the expected frequency of heads. find mean and standard deviation. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ് കാണേണ്ടത്, അതാലോചിക്കുക എപ്പോഴും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്ക് ആദ്യം അറിയേണ്ടത് പിൻ്റെയും അതുപോലെ ക്യൂയുടെ വാല്യൂ ആണ്. പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 coins ടോസ് ടുഗദർ 256 ടൈംസ് 8 coins ടോസ് ചെയ്യുന്നു. ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ഹെഡ്സ്. അപ്പോൾ നമുക്ക് ഹെഡ് കിട്ടുന്ന പ്രോബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഹെഡ് കിട്ടുമ്പോഴുള്ള അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പി എന്താക്കി അസ്യൂം ചെയ്യുന്നു, ഒരു തവണ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 1/2 ആണ്. സോ അതുകൊണ്ട് തന്നെ ക്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 മൈനസ് 1/2. ഒന്നിൽ നിന്ന് 1/2 കുറച്ച് കഴിഞ്ഞാൽ ക്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1/2 ആയിരിക്കും. ഇനി n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ട്രയൽസ് ആണ്. ഇവിടെ 8 coins ടോസ്ഡ്. ഓക്കെ, നമ്പർ ഓഫ് കോയിൻസ് ആണ്. എത്ര കോയിൻസ് നമ്മളിവിടെ ടോസ് ചെയ്യുന്നുണ്ട്? 8 coins ഒരുമിച്ച് ടോസ് ചെയ്യും. അപ്പോൾ എന്നിന് നമ്മൾ 8 എന്ന് കൊടുക്കുക, റൈറ്റ്. ദെൻ 256 ടൈംസ് ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഓഫ് ഹെഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ നമുക്കുള്ള വാല്യൂസ് വെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് ആണ്. അപ്പോൾ എന്നിന് 8 കൊടുക്കുകയാണെങ്കിൽ എൻ സി എക്സ് 8 CX എന്ന് കിട്ടും. ദെൻ പി റൈസ് ടു 1/2 പി ആണ്, പി റൈസ് ടു എക്സ്. ദെൻ അഗൈൻ ക്യൂ റൈസ് ടു n മൈനസ് എക്സ്, n മൈനസ് എക്സ്, ദാറ്റ് ഈസ് n8 മൈനസ് എക്സ്. ഓക്കെ, ഇനി നമ്മൾ എക്സിന് 0 1 2 3 അപ് ടു 8, കാരണം എക്സ് ആണ് നമ്മളെ റാൻഡം വേരിയബിൾ. സോ എക്സിന് എന്ത് ചെയ്യാം?
0 മുതൽ 8 വരെ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ നോക്കുക, എക്സിന് നമുക്ക് കിട്ടിയ HCX 1/2 റൈസ് ടു എക്സ് 1/2 റൈസ് ടു 8 - x എന്നാണ്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, HC0 1/2 ഹോൾ റൈസ് ടു 0 1/2 ഹോൾ റൈസ് ടു 8. ഇത് ചെയ്ത് നോക്കുക. HC0 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, 0 വരുമ്പോൾ വാല്യൂ ടോട്ടൽ വാല്യൂ 1 ആക്കി എടുക്കുക. 1/2 ഹോൾ റൈസ് ടു 0 വന്നാലും 1 ആണ് വാല്യൂ. ദെൻ 1/2 ഹോൾ റൈസ് ടു 8 എന്ന് പറഞ്ഞാൽ 1/8 ഡിവൈഡഡ് ബൈ എങ്ങനെയാണ് 1/8 ഡിവൈഡ് ബൈ 2/8 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2/8 എന്ന് പറഞ്ഞാൽ 2നെ 8 തവണ കുടിക്കുക. അപ്പോൾ എന്ത് കിട്ടും, 256 എന്ന ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തത് എക്സിന് 1 കൊടുക്കുക. HC1 1/2 റൈസ് ടു 1 1/2 റൈസ് ടു x ആണ്. എക്സിന് 1 ആണ് കൊടുക്കുന്നത്. 1/2 റൈസ് ടു 8 - 1 7. അപ്പോൾ എന്ത് കിട്ടും, 8/256 എന്ന് കിട്ടും. ഇത് ചെയ്ത് നോക്കുക. HC1 എന്ന് പറഞ്ഞാൽ 8 ആണ്. 1/2 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ 1/2. ഇത് 1/2 റൈസ് ടു 7. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 8/256 കിട്ടും. അതുപോലെ HC2 1/2 റൈസ് ടു 2 1/2 റൈസ് ടു 6. ഇത് വരാൻ കാരണം 1/2 റൈസ് ടു എക്സിന് 2 ആണ് കൊടുക്കുന്നത്. അപ്പോൾ എക്സ് 2, പിന്നെ 1/2 റൈസ് ടു 8 - 2 അതായത് 6. അപ്പോൾ നമുക്ക് 28/256 എന്ന് കിട്ടും. ഇത് ചെയ്ത് നോക്കുക കാൽക്കുലേറ്ററിൽ, അപ്പോൾ ആൻസർ കിട്ടും. നമുക്കിവിടെ ഇത്രയും കാൽക്കുലേഷൻ ചെയ്യാനുള്ള പോർഷൻ ഇല്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. എക്സിന് 3 കൊടുക്കുക. HC3 1/2 റൈസ് ടു 3 ഇൻറ്റു 1/2 റൈസ് ടു 8 - 3 അതായത് 5 കിട്ടും. അപ്പോൾ ആൻസർ 56/256. ഇനി അടുത്തത് നാലാമത്തത് HC4 1/2 റൈസ് ടു 4 then 1/2 റൈസ് ടു 8 - 4 ദാറ്റ് ഈസ് 1/2 റൈസ് ടു 4 ആണ്. സോ 70/256 കിട്ടും ആൻസർ. അടുത്തത് HC5 1/2 റൈസ് ടു 5 then 1/2 റൈസ് ടു 8 - 5 3. ആൻസർ ചെയ്ത് നോക്കാം. 56/256 കിട്ടും. അതുപോലെ HC6 1/2 റൈസ് ടു 6 then 1/2 റൈസ് ടു 8 - 6 2 കിട്ടും. അപ്പോൾ നമുക്ക് 28/256 കിട്ടും. ദെൻ ആൻസർ ദെൻ എക്സിന് 7 കൊടുക്കുക. HC7 1/2 റൈസ് ടു 7 then 1/2 റൈസ് ടു 8 - 7 ആണ്. 8 - 7 എന്ന് പറയുമ്പോൾ 1. ഫൈനൽ ആൻസർ 8/256 കിട്ടും. പിന്നെ അതുപോലെ എക്സിന് 8 കൊടുക്കുക. അപ്പം HC8 1/2 റൈസ് ടു 8 ഇൻറ്റു 1/2 റൈസ് ടു 8 - 8 എന്താ 0 ആണ്. സോ 1/256 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ ഇനി നമ്മൾ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ് കാണേണ്ടത്. അത് 256 ടൈംസ് ആണ് നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റു നമ്പർ ഓഫ് ട്രയൽസ്, നമുക്ക് P(x) കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ട്രയൽസ് എത്ര ടൈംസ് ആണ് നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നത്. സോ അതെന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1/256 ഇൻറ്റു 256 ചെയ്യുമ്പോൾ എന്താവും, 256 ക്യാൻസലായിട്ട് 256 ആയിരിക്കും ആൻസർ കിട്ടുക. രണ്ടാമത്തത് അഗൈൻ 8 ഇൻറ്റു 256 ഇൻറ്റു 256. അപ്പോൾ ആൻസർ എന്ത് കിട്ടും,
രണ്ടും ക്യാൻസൽ ആയി പോയാൽ 8 കിട്ടും. ഇനി അതുപോലെ തന്നെ ഇങ്ങനെ 256 ഫർദർ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇതും കൂടി ചെയ്യാം. 256 ഇൻറ്റു 256 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 28 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് 56, ഇവിടെ 70, അഗൈൻ 56, ഇത് 28 ആണ്, ഇത് 8 ആണ്, ഇത് 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കിട്ടി. ഇനി മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ക്വസ്റ്റ്യനിൽ. ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ മീൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് NPയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ NPQമാണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് മീൻ എന്ന് പറയുന്നത് NP ആണ്. NP N എത്രയാണ്? N 8 കോയിൻസ് നമ്മൾ ടോസ് ചെയ്യുന്നു. അപ്പോൾ Nൻ്റെ വാല്യൂ 8 ആണ്. ഇൻറ്റു പിയുടെ വാല്യൂ നമുക്കറിയാം 1/2 ആണ്. സോ 8 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ ആൻസർ 4 കിട്ടും. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് NPQ ആണ്. റൂട്ട് NPQ. Nൻ്റെ വാല്യൂ എത്രയാണ്? Nൻ്റെ വാല്യൂ നമുക്ക് നമുക്കറിയാം 8 ആണ് അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് 8 ഇൻറ്റു പിയുടെ വാല്യൂ 1/2 ഇൻറ്റു ക്യൂയുടെ വാല്യൂ 1/2. അപ്പോൾ ഇത് 2 2 4, 4 4 4 8 വെട്ടിപ്പോയാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ 2 ആണ് കിട്ടുക. റൈറ്റ്, 2 കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം റൂട്ട് 2 ആയിരിക്കും ആൻസർ. റൂട്ട് 2ൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി കാൽക്കുലേറ്റർ നോക്കി കഴിഞ്ഞാൽ 1.414 എന്ന് കിട്ടും. സോ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ മീനും.